ഇനി നമുക്ക് ആ കുട്ടിയുടെ മറുപടി കേൾക്കാം. ആരോപണം 4 തട്ടിക്കോട് വീട് ഉണ്ടാക്കിയെന്നത്. ബോബി അങ്കിളെ, അത് തട്ടിക്കോട് വീടല്ല, ഞങ്ങളുടെ കൊട്ടാരമാണത്. അങ്കിളെ, അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയത്. അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത 10 വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ? ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും. ആരോപണം 5 ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത്. സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും 1 വർഷം കഴിഞ്ഞപ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ? തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2020 ഡിസംബറിൽ നെയ്യാറ്റിൻകരയിൽ രാജൻ ദമ്പതികൾ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് മരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്നല്ല, കൊലപാതകം എന്നാണ് അത് വന്നതെന്ന് പറയുന്നത്. കാരണം പോലീസിൻ്റെ കൈതട്ടിയാണ് ആ തീ ശരീരത്തേക്ക് പടർന്നത് എന്നാണ് പിന്നീട് വന്ന വാർത്തകളെന്ന് പറയുന്നത്. അപ്പോൾ നടന്നത് അവർ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ചെന്നതാണ്. മറ്റൊരു സ്ത്രീയുടെ വസ്തുവിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ കേസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ചെയ്ത സംഭവമാണ് ഇത്. ഭയങ്കര ഏറ്റവും വൈറലായൊരു സംഭവമാണ്. ഒരുപാട് കേരളക്കാരെ മൊത്തത്തിൽ ഒരുപക്ഷെ കരഞ്ഞൊരു സംഭവമാണ്. കാരണം അവർക്ക് 2 ആൺമക്കളായിരുന്നു. അതിൽ രഞ്ജിത് രാജ്, രാഹുൽ എന്ന് പറയുന്നത് ആ ഇളയ പയ്യനാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവരെ അടക്കം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ ഭൂമിയില്ല, അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് എല്ലാവരും തടസ്സം നിന്ന സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും തൂമ്പ എടുത്തിട്ട് അവിടെ കിളയ്ക്കാൻ പോയി എൻ്റെ അപ്പനെ അമ്മേനെ അടക്കണം എന്നുള്ള പേരിൽ അങ്ങനെ ഈ നാട്ടുകാരും പിന്നീട് ചെന്ന് സഹായിക്കുക. അങ്ങനെ ഭയങ്കരമായിട്ട് ആ കുട്ടിയെ പിന്നീട് ധീരപുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചു. കേരളക്കരെ ആകെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ആൾക്കാർ എല്ലാവരും, അതോറിറ്റീസും എല്ലാം വിളിച്ചതാണ്. അപ്പം അവൻ്റെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അവനൊരു ചാനൽ തന്നെ ഉണ്ട്, ധീരപുത്രൻ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് വന്നൊരു വീഡിയോ ആണ് ബോച്ചയെ കുറിച്ച്. ബോച്ച ഈ സംഭവത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ച് 7ാം നാളിൽ ബോച്ച ചെന്നിട്ട് വീട് വെച്ച് നൽകാമെന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം പറയാൻ മാത്രമല്ല, ആ വസ്തുവിൻ്റെ ഉടമാധികാരി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം അപ്പോഴിരിക്കുന്നെന്ന് വാദിച്ചുകൊണ്ടിരുന്ന വസന്ത എന്ന് പറയുന്ന സ്ത്രീ, അവരെയാണ് ഈ പറയുന്ന കുറ്റക്കാരിയാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ 50,000 രൂപ അഡ്വാൻസ് കൊടുക്കുകയും പിന്നീട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം അതിനുശേഷം ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം 3 മാസം ആ കുട്ടികൾ വെയിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് ബോച്ചെ പലവട്ടം ആ കുട്ടികൾ ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടൊന്നും ഫോൺ എടുത്തില്ല. അപ്പം അതിനുശേഷം വേറൊരു ചാരിറ്റബിൾ കമ്മ്യൂണിറ്റി വന്നിട്ട് ഇവർക്ക് വീട് വെച്ച് നൽകുകയാണ് ചെയ്തത്, ഒരു ചെറിയ വീട്. അതിനെതിരെയൊക്കെ ഈ പറയുന്ന കണക്ക് ബോച്ചെ നമ്മുടെ ഫ്ലവേഴ്സിൽ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ പരിപാടിക്കകത്ത് വന്നിട്ട് ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഒരു തരികിട വീട് വെച്ചോ, തട്ടിക്കൂട്ട് വീട് വെച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മുതലെടുക്കാൻ ശ്രമിച്ചു, ആളാകാൻ ശ്രമിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെയാണ് ഈ കുട്ടി വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ആ വസ്തു എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു ആ സ്ഥലമാകെ ഈ പറയുന്ന സർക്കാരിൻ്റെ പട്ടയഭൂമിയായിരുന്നു പണ്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ആ പട്ടയഭൂമി കിട്ടിയിരുന്നത് യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരുന്നു. അപ്പോൾ ഈ പട്ടയഭൂമി ആരുടെ പേരിലാണോ കിട്ടുന്നത് ആ പേര് മാറ്റില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ പട്ടയഭൂമി മറച്ചു വിൽക്കാൻ പറ്റും, എത്രയോ വർഷങ്ങൾ കഴിയുന്ന. അങ്ങനെ കൈമാറി വന്നതാണ് സത്യത്തിൽ ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ കയ്യിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ പട്ടയപ്പേരെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും, സുകുമാരൻ നായർ എന്ന് പറയുന്ന പേരിൽ തന്നെ. ഇതാണ് കൺഫ്യൂഷനൊക്കെ കാരണമായെന്ന് പറയുന്നത്. പിന്നീട് കേസുകൾ മുന്നോട്ട് പോവുകയും ഈ സ്ത്രീയുടെ തന്നെയാണെന്ന് തഹസിൽദാർ ഉൾപ്പെടെ പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇതിനിടയിൽ വെച്ചിട്ട് ഇവർ ഇങ്ങനെ പറയുന്ന സമയത്തും പിന്നീട് കേസുകൾ നടന്നു. അന്ന് ഈ പറയുന്ന കളക്ടർ അടക്കം മന്ത്രിമാരടക്കം ഒക്കെ ഇടപെട്ടൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് വേറെ ലീഗലി നിന്ന് പോരാടാൻ വേണ്ടി പറ്റുന്ന ആരുമില്ല. കാരണം കുട്ടികൾ രണ്ടും ചെറുതാണ്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും ഇടപെട്ട് ഇതിൻ്റെ ഒരു കേസ് നടക്കുകയും അതിനുശേഷം ആ കുട്ടികളുടെ പേരിൽ ഈ കേസ് തള്ളി, അതായത് വസന്ത കൊടുത്ത കേസ് തള്ളിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വസ്തുവിൽ ഇപ്പം മറ്റൊരു അധികാരികളോ ഒന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സംഭവം അവൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൂടുതൽ പതിപ്പായിട്ട് വെക്കുന്നുണ്ട്, ആ കേസ് തള്ളിപ്പോയ കാര്യമൊക്കെ. അപ്പം ഒന്നാമത് പറ്റിപ്പോയ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ബോച്ച തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ വസന്ത എന്ന് പറയുന്ന ആ സ്ത്രീയുമായിട്ടായിരുന്നു ഇവർക്ക് തർക്കം നിന്നിരുന്നതെന്ന് പറയുന്നത്. അപ്പം ആ സ്ത്രീക്ക് 50,000 രൂപ അഡ്വാൻസ് ഭൂമിയുടെ കാര്യത്തിൽ കൊടുത്തിരുന്നു. ഇത്രയും കാശുകാരനായിട്ടുള്ള, ഇത്രയും സമ്പത്തിന് ഉടമയായിട്ടുള്ള ആ വ്യക്തിക്ക് അതങ്ങോട്ട് ഫുള്ളായിട്ട് വാങ്ങാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സമയം എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ലായ്മയുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലപ്പുറത്തേക്ക് 1 വർഷം 3 മാസമൊക്കെ ആ കുട്ടികൾ കാത്തു നിൽക്കുക എന്ന് പറയുമ്പോൾ, ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വീടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവില്ല അതിൻ്റെ വേദന എന്തെന്ന്. പ്രത്യേകിച്ച്
ഈ പറയുന്ന കണക്ക് അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട് വേറെ ആരുമില്ല അവർക്ക്, താങ്ങിന് ഒന്നുമില്ല. ഇനി എങ്ങനെ പഠിക്കണം, ഒരു കിടപ്പാടം, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് അവരുടെ മുന്നിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കുക എന്നാണ്. ആ സ്ത്രീക്ക് ഈ പറയുന്ന കണക്ക് വേറെ വീടും വസ്തു ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ, അതൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു കൃത്യമായിട്ട് എഴുതി കൊടുക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ എന്തിനാ അതിനുള്ളൊരു ലാഗ് അടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ലീഗലി പോവാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, അതുകൊണ്ടാണ് താമസിച്ചിരുന്നത്. ലീഗലി പോകാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ പറയുന്ന 50,000 രൂപ ആദ്യമേ അവർക്ക് കൊടുത്ത് എഗ്രിമെന്റ് ചെയ്യാൻ പോയത്? അപ്പോൾ ലീഗലി പോയി ഇതിന്റെ അവകാശം മേടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ പിന്നെ ആ സ്ത്രീയായിട്ട് തന്നെ ഉടമ്പടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അത് പറയുന്നത് തന്നെ എന്തോ ഒരു പൊരുത്തക്കേട് കറക്റ്റായിട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ആ കുട്ടികൾക്ക് വീട് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് ചെറുതോ വലുതോ എന്നല്ല. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, തട്ടിക്കൂട്ട് വീടെന്നൊക്കെ അദ്ദേഹം പറയുന്ന സമയത്ത് ഒരാളെ സംബന്ധിച്ചോളം വീടിന്റെ വലിപ്പമുള്ളവർ അല്ല അവരുടെ സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ സ്വസ്ഥത, അവരതിനെ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചായിരിക്കും. ചില ആൾക്കാരുടെ വീട്ടിൽ ഒരു റൂം മാത്രമേ കാണുള്ളൂ, പക്ഷെ അവർക്കത് സ്വർഗ്ഗമായിരിക്കും. കാരണം കടവില്ലായിരിക്കും, അവർ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, അവരുടെ സ്വർഗ്ഗമായിരിക്കും അതെന്ന് പറയുന്നത്. അല്ലാതെ ഈ 16 റൂമുണ്ടോ, എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ, അതിൽ സ്വർണ്ണ തളികയുണ്ടോ, അതിലാണോ തിന്നുന്നത്, ഫാനുണ്ടോ, AC ഉണ്ടോ, ഇതല്ല ഒരു വീട് സ്വർഗമാണോ നരകമാണോ എന്ന് പറയുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് എത്ര ചെറുതായാലും ചിലർക്ക് സ്വർഗം തന്നെയായിരിക്കും. അത് വീടാണ്, അവരുടെ തല ചായ്ക്കാനുള്ള ഇടമാണ്, അവരുടെ സന്തോഷവും സങ്കടവും എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ഇടമാണ്. അപ്പോൾ അതിന് അത്തരത്തിലൊക്കെ ഈ പറയുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിൻ്റെ വില തന്നെ കുറയുകയാണ് അവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ കുട്ടികളെ കുറിച്ച് അദ്ദേഹം തന്നെ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഈ പറയുന്ന വേണമെങ്കിൽ എൻ്റെ പേരിലാണ് എഗ്രിമെൻ്റ് ഇരിക്കുന്നത്, അവരുടെ പേരിലാണ് വസ്തു ഇരിക്കുന്നത്, അപ്പോൾ ആ സ്ത്രീ ഞാനും കൂടെ വിചാരിച്ചാൽ ഇവരെ ഇവിടെ ഇറക്കി വിടാം, അങ്ങനെ ഒരു ധ്വനിയൊക്കെ അദ്ദേഹം അതിലൂടെ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു നിൽക്കുന്നുണ്ട്, എനിക്ക് പക്ഷേ അതിനൊന്നും താല്പര്യമില്ല. അങ്ങനെ ഒരു താല്പര്യമില്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ സാറ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ല. ആ കുട്ടികൾക്ക് ഒരു വീട് ആരെങ്കിലും വെച്ച് നൽകിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നെ കൊണ്ട് പറ്റിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിന് മുന്നേ അവർ ചെയ്തു, ഇത്രയും മാത്രം പറഞ്ഞു നിർത്തിയാൽ അതിനൊരു മര്യാദയുണ്ട്. അതിലപ്പുറത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ഭയങ്കര ഇതായിട്ട് പറയുന്നു, ഞാൻ ഈ പറയുന്ന ലീഗലി പോയിട്ട് ചെയ്യാനാണ് കാത്തിരുന്നേക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വേണമെങ്കിൽ ആ സ്ത്രീക്കും ഇറക്കി വിടാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അവിടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂവിനെ വീണ്ടും ഒരു ഷോയിലേക്ക് വന്നിട്ട് വീണ്ടും പറയുന്ന സമയത്ത് ആരുമില്ലാത്ത ആ കുട്ടികളെ വീണ്ടും കുത്തി നോവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്. അത് തന്നെയാണ് അവൻ ആ വീഡിയോയ്ക്കകത്ത് വന്ന് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അവരെ ഈ പറയുന്ന കണക്ക് വീട് വെച്ച് നൽകിയ ആ ഒരു ആൾക്കാരുണ്ട്, സംഘടനയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ചാരിറ്റബിൾ ചെയ്യുന്നൊരു വ്യക്തികളുണ്ട്, അതിനകത്ത് ഒരു സ്ത്രീയും പുരുഷനുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അവരെ ഇപ്പം അച്ഛനും അമ്മയായിട്ടാണ് കുട്ടികൾ കണക്കാക്കുന്നതെന്നൊക്കെ ആ വീഡിയോയ്ക്കകത്ത് അവൻ പറയുന്നുണ്ട്. അപ്പം അവരോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ മറ്റൊരു ചാനലിൽ ഈ കുട്ടി ഇത് പറഞ്ഞ സമയത്ത് വീട് വെച്ച് കൊടുത്തില്ല, പറ്റിച്ചു എന്ന് ഇവൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ദേഷ്യം വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഇവരുടെ കൂടെ നിൽക്കുന്ന ആ ചാരിറ്റബിൾ സൊസൈറ്റി അല്ലെങ്കിൽ ആ ആൾക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാൾ നല്ലൊരു വ്യക്തിയാണ് ബോച്ചെ, അയാളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ, ഇതുപോലെ മോശം കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ തിരുത്തിയിട്ടുണ്ടെന്ന് ആ കുട്ടി തന്നെ പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചാനലുകളിൽ വന്ന് ഇദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അദ്ദേഹമാണ് ആ കുട്ടിയുടെ മുന്നിൽ ചെറുതാവുന്നത്. ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, ഇങ്ങനൊരു വ്യക്തി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വ്യക്തിയാണോ നല്ലതെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് അവരോട് പോയി ചോദിച്ചു. എന്നിട്ട് അവരറിയാതെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അവരോട് മാപ്പ് ചോദിക്കുക എന്നാണെന്നും ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാൾ തന്നെ ഈ തട്ടിക്കൂട്ട് വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്ന അവരുടെ ആ വലിപ്പം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് എത്രത്തോളം ആസ്തി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എത്രയോ കോടാനുകോടിയാണ് അവരുടെ എന്ന് പറയുന്നത് വലിപ്പം എന്ന് പറയുന്നത്, മനസ്സുകൊണ്ടുള്ള വലിപ്പം എന്ന് പറയുന്നത്. അപ്പം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ചുമ്മാതെ പ്രസക്തിക്ക് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ ഇറങ്ങി തിരിക്കാതിരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇദ്ദേഹം ഇറങ്ങി തിരിക്കുന്ന വാർത്തകൾ മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുന്നിടമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്ന വിഷയങ്ങൾക്ക് മുന്നിലാണ് ഇദ്ദേഹം എത്തുന്നതെന്ന് പറയുന്നത്. അത് നല്ല കാര്യങ്ങൾ തന്നെയാണ്, മുന്നിട്ട് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും കുറ്റം പറയുന്നില്ല. ഈ പറയുന്ന കണക്ക് കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് ഒരാവശ്യമായിട്ടുള്ള കാര്യം അത് എത്രത്തോളം ആവശ്യകത അവർക്കുണ്ട്, ഏത് സമയത്താണ് അവർക്ക് വേണ്ടുള്ളത്, ആ സമയത്ത് അവർക്ക് കൊടുക്കുമ്പോഴാണ് അതിന് മൂല്യം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അത് അപ്പുറത്തേക്ക് ഒരു വാഗ്ദാനം മാത്രം കൊടുത്തിട്ട് ആ വഴി അങ്ങ് പോയി കഴിഞ്ഞിട്ട് അയ്യോ പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കൊടുക്കേണ്ട സമയത്താണ് അത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും തടസ്സം വയ്ക്കാതിരിക്കുക, സമയം എടുക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം എന്നിട്ട് ഈ കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയം വീണ്ടും ഇങ്ങനെ ചർച്ച
ചർച്ചയായി പോയിക്കൊണ്ടിരിക്കാതെ ഈ പറയുന്ന ആ കുട്ടികളെ വീണ്ടും വീണ്ടും മറ്റൊരു ചാനലിലൂടെ ഇതുപോലെ പറഞ്ഞ് ഇതാക്കാതെ അദ്ദേഹം അങ്ങ് വിടുക എന്നുള്ള കാര്യമാണ് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ ഓരോ ചാനൽ അല്ലെങ്കിൽ ഇങ്ങനെ പോയി കിടന്ന് പറയുന്ന സമയത്ത് ആ കുട്ടികളിൽ അതിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സിന് ഉടമയാണെന്നുണ്ടെങ്കിൽ നേരെ ആ കുട്ടികളെ പോയി കാണാം, എന്നിട്ട് അതിലെനിക്ക് പറ്റിയില്ല, ഇതുപോലെ എനിക്ക് പല പല ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് നടക്കുന്നതാണ്, അതുകൊണ്ട് പറ്റിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ ആ കുട്ടികളെ ചേർത്തെടുത്തുകൊണ്ട് സംസാരിച്ച് അവിടെ തീർക്കാവുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളല്ലേ. അപ്പം അതിലപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ആ കുഞ്ഞു കുട്ടികളുമായിട്ട് ഇത്രയും വയസ്സുള്ള, ഇത്രയും ലോകം കണ്ടിട്ടുള്ള, ഇത്രയും ഈ പറയുന്ന ആസ്തി കണ്ടിട്ടുള്ള ഒരു വ്യക്തി മത്സരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാചകം പറയുക എന്ന് പറയുമ്പോഴത്തേ അത് നമുക്ക് വലിയ ഇതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന നല്ലൊരു മനസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇതാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളോട് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കാരണം ആരുമില്ലാത്ത ഈ പറയുന്ന അമ്മയും അച്ഛനും ഇല്ലാത്ത, അത് സത്യത്തിൽ നേരായിട്ടുള്ള വഴിക്ക് നടന്നൊരു സംഭവമൊന്നുമല്ല. മറ്റൊരാളുടെ വസ്തു കയ്യേറി വിൽക്കുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ആ കുട്ടികളല്ലല്ലോ ചെയ്തത്. അപ്പം അതിലൂടെ ഈ പറയുന്ന അതിൻ്റെയൊക്കെ അച്ഛനും അമ്മയും ചെയ്തതും സത്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പേടിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആലോചിക്കേണ്ടതാണ്, എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി പോയി കഴിഞ്ഞാൽ എൻ്റെ 2 കുഞ്ഞുങ്ങൾ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ്. അവരത് ചെയ്തത് മൂലം ആ കുട്ടികൾക്ക് ഇല്ലാതായതെന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം ഉണ്ടാകേണ്ട ഒരു സപ്പോർട്ടാണ്, അച്ഛൻ്റെ അമ്മയുടെയും തണലാണ്. അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ആ കുട്ടികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ഇഷ്യൂലെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടുള്ളത് തല ചായ്ക്കാൻ ഒരു ഇടമായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് അവരടുത്ത് സംസാരിച്ച് അവരുടെ പഠിപ്പ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം, അല്ലെങ്കിൽ പോയി സംസാരിച്ച് നേരെയാക്കുക, ഇതെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. ഇപ്പോഴും വിവാദങ്ങൾക്ക് മാത്രം കൊളുത്തി വിടാതെ നല്ല കാര്യങ്ങളിലേക്കും പോകാൻ കഴിയുമല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെ പോച്ച സാർ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.